UDF ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വിജയരാഘവൻ ഇടതുമുന്നണി കൺവീനർ നടത്തിയ മോശം പരാമർശത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിജയരാഘവന് വിമർശനമുണ്ടായിരിക്കുന്നു. നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പ്രസംഗങ്ങളിൽ ജാഗ്രത കാട്ടണം എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്ത ശേഷം ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്. ദിലീപ്, ഇടതുപക്ഷത്തെ ആകെ പ്രതിരോധത്തിലാക്കുന്ന CPIM-നും CPI-ക്കും ഒരുപോലെ അവരിൽ അതൃപ്തി ഉണ്ടാക്കിയ സംഭവമായിരുന്നു രമ്യ ഹരിദാസിനെതിരെ വിജയരാഘവൻ നടത്തിയ മോശം പരാമർശം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ പ്രശ്നത്തെ എങ്ങനെയാണ് വിലയിരുത്തിയത്? എന്ത് തരം നിർദ്ദേശമാണ് ഇതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉയർന്നു വന്നത്? ഗോപി, 3.5 മണിക്കൂർ നീണ്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയത്തിൽ വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. പക്ഷേ വിജയരാഘവനെ താക്കീത് ചെയ്യാനോ വിജയരാഘവൻ്റെ നടപടി തെറ്റായി എന്ന് പറയാനോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്രസംഗങ്ങളിൽ നേതാക്കൾ ജാഗ്രത പുലർത്തണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അക്കാര്യം കൂടി നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത്. പ്രസംഗവുമായി ബന്ധപ്പെട്ട് വിജയരാഘവനെതിരെ വിമർശനമുണ്ടായെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ താക്കീതോ മറ്റേതെങ്കിലും നടപടിയോ ഇതുമായി ബന്ധപ്പെട്ട് വിജയരാഘവനുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അദ്ദേഹം ക്ഷമ പറയണമെന്നോ ഖേദം പ്രകടിപ്പിക്കണമോ എന്നുള്ള നിർദ്ദേശം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പൊതുവെ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ള നിർദ്ദേശവും പൊതുവികാരവും ഇതുതന്നെയാണ്. നേതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന തരത്തിലാണ് വിജയരാഘവനെതിരായ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഈ ചർച്ചയുടെ പൊതുവായ സ്വഭാവവും എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണത്തിന് സീതാറാം യെച്ചൂരി വയനാട്ടിലെത്തും എന്നതാണ്. നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ സീതാറാം യെച്ചൂരിക്ക് വയനാട്ടിൽ പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണത്തിന് സീതാറാം യെച്ചൂരി വയനാട്ടിലേക്ക് എത്തുന്ന നിലയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തീയതി പക്ഷേ തീരുമാനിച്ചിട്ടില്ല. സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്നാണ് വയനാട്ടിൽ അദ്ദേഹം പ്രചരണം നടത്തുക എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ വയനാട്ടിലേക്ക് പോകണം എന്ന പ്രചരണത്തിനായി പോകണമെന്ന നിർദ്ദേശവും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് CPM കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വയനാട്ടിലേക്ക്. അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളും തുടർന്ന് വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രൂപം നൽകിയിട്ടുണ്ട്. ഗോപി, ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിജയരാഘവന്റെ മോശം പരാമർശം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാവുകയും അതിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിജയരാഘവനെ താക്കീത് ചെയ്യാനോ അദ്ദേഹത്തെ തിരുത്താനോ പാർട്ടി മുൻകൈയെടുത്തിട്ടില്ല. എന്നാൽ പ്രസംഗങ്ങളിൽ ജാഗ്രത പാലിക്കണം, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും വന്നിട്ടുണ്ട്.